സാലൂസ് വേൾഡിൻ്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ പച്ചമുളക് കൃഷിയെക്കുറിച്ചാണ്. വീടായാൽ ഒരു പച്ചമുളക് ചെടിയൊക്കെ അത്യാവശ്യമാണ്. അപ്പം നല്ല രീതിയിൽ തന്നെ പച്ചമുളകൊക്കെ കായ്ക്കുവാൻ വേണ്ടി നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ നമ്മുടെ ചെടികൾക്ക് വളമായിട്ട് കൊടുക്കാം. അതായത് നമ്മുടെ കിച്ചൺ വേസ്റ്റ് ഉണ്ടല്ലോ, പച്ചക്കറിയുടെ വേസ്റ്റ്, തേയില മട്ട്, അതുപോലെ തന്നെ ചാരം, കഞ്ഞിവെള്ളം, ഇതൊക്കെ നമ്മുടെ ചെടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ല ബെസ്റ്റ് വളങ്ങളാണ് കേട്ടോ. അപ്പോൾ പച്ചക്കറിയുടെ വേസ്റ്റ് ഇതുപോലെ ചെടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ പച്ചമുളക് ചെടിയിൽ നിറയെ പൂക്കളും കായ്കളും ഉണ്ടാവുന്നതാണ്. ഞാനിവിടെ ടെറസിൽ ചട്ടിയിലും ഗ്രോ ബാഗിലൊക്കെയാണ് ഈ മുളക് തൈകളൊക്കെ നട്ടു കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ എനിക്കിതിൽ നിന്നൊക്കെ കായ്ഫലം കിട്ടുന്നുണ്ട്. മുമ്പുള്ള വീഡിയോയിലൊക്കെ ഞാൻ ഇതിൻ്റെ വിളവെടുപ്പും തൈകൾ നടുന്ന രീതിയും അതിൻ്റെ വളപ്രയോഗങ്ങളൊക്കെ കാണിക്കാറുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഈ കിച്ചൺ വേസ്റ്റൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ നല്ല റിസൾട്ടാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് വേണ്ടത് വീട്ടിൽ വെറുതെ കളയുന്ന ഉള്ളിയുടെ തൊലി, അതുപോലെ തന്നെ മുട്ടയുടെ തോട്, വെളുത്തുള്ളിയുടെ തൊലി, പഴത്തിൻ്റെ തൊലി ഒക്കെ നമുക്ക് എടുക്കാം. ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതിന് ശേഷം വേണത് ചെടികൾക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത് കണ്ടോ, സവാളയുടെ തൊലിയും മുട്ടയുടെ തോടും ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയും ഒക്കെ നമുക്ക് എടുക്കാം കേട്ടോ. നല്ലൊരു വളമാണിത്. ഈ പച്ചക്കറിയുടെ വേസ്റ്റ് നമുക്ക് മിക്സിയുടെ ജാറിൽ അരച്ച് നല്ലപോലെ നേർപ്പിച്ച് ചെടികൾക്ക് അങ്ങനെയും ഒഴിച്ച് കൊടുക്കാം. അല്ലെങ്കിൽ കഞ്ഞിവെള്ളത്തിലിട്ട് വെച്ച് 3 ദിവസം പുളിപ്പിച്ചതിന് ശേഷം ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ചും ചെടികൾക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് ചെയ്തിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ആക്കൊന്ന് കണ്ടു നോക്കണം. അപ്പോൾ നമ്മൾ ഇതെങ്ങനെയാണ് ചെടികൾക്ക് കൊടുക്കുമെന്ന് നോക്കാം. ചെടികൾക്ക് നമ്മളിത് നേരിട്ട് കൊണ്ടുപോയി ചുവട്ടിലിട്ട് കൊടുത്ത് പോരരുത്. ഇതുപോലെ ചുറ്റുഭാഗത്ത് നിന്നും മണ്ണ് ഇങ്ങനെ നീക്കി കൊടുക്കണം. എന്നിട്ട് ഈ ഗ്രോ ബാഗിൻ്റെ കുറച്ച് ദൂരെയായി ചെടിയുടെ കടഭാഗത്ത് ഇടാതെ കുറച്ച് ദൂരെയായി വേണം ഈ വേസ്റ്റ് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ മണ്ണ് ഇതാ ചുറ്റൊന്നും ഒന്ന് ഇളക്കി കൂട്ടി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ പച്ചക്കറിയുടെ വേസ്റ്റ് ഉണ്ടല്ലോ, ഇതുപോലെ ചുറ്റിനും ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുത്ത് പോന്ന് കഴിഞ്ഞാൽ ഈച്ചയും കൊതുകും പുഴുക്കളൊക്കെ വന്ന് ചെടി നശിക്കും. അതുപോലെ തന്നെ തേയിലമട്ടൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉണക്കി ഇതുപോലെ എടുത്ത് വെച്ച് നമ്മുടെ ചെടികൾക്ക് നല്ലൊരു വളമായിട്ട് ഇത് ഉപയോഗിക്കാം. ഇങ്ങനെ വേസ്റ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് മണ്ണും കൂടെ ഇട്ട് കൊടുക്കണം. നല്ലപോലെ മണ്ണിട്ട് മൂടിക്കഴിഞ്ഞാൽ അതവിടെ കിടന്ന് അലിഞ്ഞ് നല്ലൊരു കമ്പോസ്റ്റായി നമ്മുടെ ചെടികൾക്ക് നല്ലൊരു വളമായി മാറുകയും ചെയ്യും. എന്നിട്ട് നല്ലപോലെ നനച്ച് കൊടുക്കുക. അപ്പോൾ നല്ല ചൂടായതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ കരിയില കൊണ്ടൊക്കെ പുതയിട്ട് കൊടുത്താൽ നല്ലൊരു ഈർപ്പവും നല്ലൊരു തണുപ്പൊക്കെ ചെടികൾക്ക് കിട്ടുകയും ചെയ്യും. ഞാനിവിടെ മഞ്ഞളൊക്കെ ഉണങ്ങിയ ഇലകളുണ്ട് കേട്ടോ, അപ്പോൾ അതൊക്കെ വെച്ചാണ് പുതയിട്ട് കൊടുക്കാറ്. ഇതല്ല, പച്ചക്കറിയുടെ വേസ്റ്റൊന്നും ആരും പറമ്പിലോട്ടൊന്നും വലിച്ചെറിയണ്ട. ഇതുപോലെ മുളക് ചെടികൾക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ടാണ്. നിറയെ പൂക്കളും ഉണ്ടാവും, കായ്കളും ഉണ്ടാവും. അപ്പം ഞാൻ ചെയ്ത് വിജയിച്ച് എനിക്ക് നല്ല റിസൾട്ടാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് കണ്ട്, ഇതിലൊക്കെ ബുള്ളറ്റ് മുളകാണ് കേട്ടോ, ഇഷ്ടം പോലെയാണ് കായ്ച്ചിട്ടുള്ളത്. മുരടിപ്പോ ഒന്നുമില്ല. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഈ വേസ്റ്റുകളൊക്കെ വെച്ച് തന്നെ നമ്മുടെ ചെടികൾക്ക് നല്ലൊരു വളമായി തന്നെ ഉപയോഗിക്കാം. മുളകിൻ്റെ ഒരുപാട് വീഡിയോ ഞാൻ മുമ്പുള്ള വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ആക്കൊന്ന് കണ്ടു നോക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം.